ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ പ്രതിഫലിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം 9 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ്. ഓരോ ദിവസം കഴിയുന്തോറും ജീവിതം ദുരിതപൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. സർക്കാരിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ല. ഒരു PR ലോകത്ത് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാറുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. EMSന്റെയും നായനാരുടെയും VSന്റെയും ഒക്കെ പാർട്ടി അത് അംഗീകരിക്കുകയാണ്. ഇപ്പം സിനിമ അതുപോലെ തന്നെ പാട്ട് ഒക്കെ മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്നത്. അങ്ങനെ വാഴ്ത്തുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ജനമനസ്സുകളിലല്ലേ ജീവിക്കേണ്ടത്. ജനമനസ്സുകളിൽ ജീവിക്കണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ജനമനസ്സുകളിൽ അത്തരം ഒരു വെറുപ്പാണ് കേരളത്തിലെ സർക്കാരിനോടുള്ളത്. അതുകൊണ്ട് ആ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഫലനമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് UDFലെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂട്ടായിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. ഒരാൾക്ക് ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. എല്ലാവരും യോജിച്ചിട്ടുള്ള തീരുമാനമാണ് എടുക്കുക. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നിലപാട് ഒന്നാണ്. ഈ സർക്കാരിനെ താഴെയിറക്കാനുള്ള പോരാട്ടത്തിൽ യോജിക്കാവുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അൻവറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭവും പോരാട്ടത്തിലും അതിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് വരുന്ന നിലമ്പൂർ ഇലക്ഷനിലും UDFൻ്റെ കൂടെ നിൽക്കണം തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹമുള്ളത്. ഒരാൾക്ക് ആഗ്രഹക്കുറവും ഒരാൾക്ക് ഒരേ ആഗ്രഹക്കുറവും. അത് UDF പൊതുവായിട്ട് എടുത്ത തീരുമാനമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. അത് അദ്ദേഹം മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം UDFൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ UDFനെ സഹായിക്കുക മാത്രമല്ല, അദ്ദേഹം ഉയർത്തുന്ന ആവശ്യം. ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് 9 കൊല്ലമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ പോരാടുന്നുണ്ട്. ആ പോരാട്ടം മറന്നിട്ടാണോ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിക്കണം. KC വേണുഗോപാൽ പ്രതികരിക്കുകയായിരുന്നു ഈ വിവാദങ്ങളിൽ. എന്തായാലും PV അൻവറിന്റെ കാര്യത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഏതാണ്ട് വളരെ കരുതലോടെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം UDFനൊപ്പം പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിനോടൊപ്പം ഒരു ക്ലോസായി UDF സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ പരാമർശങ്ങൾ പിൻവലിക്കണം, അത് പിൻവലിച്ച് UDFനൊപ്പം എത്തണം എന്ന ഒരു നിർദ്ദേശമാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ സംസാരിക്കുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്.